നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ആബിക്കിട്ട് പണി തുടങ്ങിക്കഴിഞ്ഞ് നവ്യ. ഇനി നവ്യക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവ്യക്ക് ഒന്നും നോക്കാനില്ല. അവനെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കുക, അത് മാത്രമായിരുന്നു നവ്യയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നവ്യ ഇറങ്ങി തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അബിക്കാണെങ്കിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും നവ്യയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ആ സ്ഥാനത്തേക്ക് മാളവിയെ കൊണ്ടുവരണം. അവൾക്ക് നല്ല കഴിവുണ്ട്, പോരാത്തിന് സുന്ദരിയാണ് താനും. ഇനിയിപ്പം ഈ നവ്യ എന്ന് പറയുന്നവള് ഇവിടെ കയറി ഇറങ്ങുന്ന തനിക്ക് ആപത്താണ്. കാരണം മാളവികയും താനും കൂടെ എങ്ങാനും അടുപ്പത്തിലായിട്ടുണ്ടെങ്കിൽ അത് നവ്യെ കാണാൻ ഇടയാകും. അപ്പം നവ്യെ പതുക്കെ ഒഴിവാക്കണം. അവൾ ഇവിടുത്തെ മോഡലായതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഡേവിഡ് സാറുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് അഭി പരിശ്രമിക്കാൻ തുടങ്ങി. ഡേവിഡിനെ പോയി കാണുവാണ്. ഡേവിഡിനെ കണ്ടിട്ട് ഡേവിഡുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അഭി പറഞ്ഞു, സാറിനറിയാലോ നമ്മുടെ ജൂവലറി ഇപ്പം മുൻപന്തിയിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ മോഡല് നവ്യാണ്. കാര്യം പറഞ്ഞ അവൾ അവൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ്. പക്ഷേങ്കില് അവള് കുറച്ച് നാളുകളായില്ലേ മോഡൽ രംഗത്ത് നിൽക്കുന്നത്. അതും ഈ എൻ ജ്വല്ലറിയുടെ പരസ്യത്തില് എപ്പോഴും ഒരു മോഡലിനെ കണ്ട് തന്നെ ആൾക്കാരും അടുത്ത് കാണില്ലേ. മോഡലിനെ ഒന്ന് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അബിയുടെ ഉള്ളരിപ്പ് ഡേവിഡിന് മനസ്സിലായി. ഇവൻ ആളൊരു കോഴിയാന്നുള്ള കാര്യം അറിയാം. നാഗേന്ദ്രന്റെ മോനാണെങ്കിലും നാഗേന്ദ്രന്റെ സ്വഭാവം അല്ല ഇവന് പക്ക ഫ്രോഡാണ് താനും. അപ്പോഴേക്കും ഡേവിഡ് ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു, അല്ല അബി എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. സാറേ, എനിക്കൊരു നിർദ്ദേശമുണ്ട്. നവ്യയെ ഈ മോഡലിംഗ് രംഗത്തുനിന്ന് മാറ്റണം. കാരണം ഇനി പുതിയ കഴിവുള്ള കുട്ടികൾ വരട്ടെ, അവർ വന്ന് പരസ്യ മോഡലാവട്ടെ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. കാരണം ഒരാൾ തന്നെ എപ്പോഴും പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്കും അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പരസ്യം ഒന്ന് മാറ്റി പിടിക്കുന്നതല്ല നല്ലത്. ആ കൂടെ മോഡലിനെ മാറ്റണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡേവിഡ് പറഞ്ഞു, അബിയുടെ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതി നോക്കാന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് ആദർശ് വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് നയനയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആദർശ് നയനയോട് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ഉറപ്പാ നയനെ, നമ്മുടെ കുടുംബത്തിലുള്ള ആരെയോ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ശത്രു മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അല്ല, അതാരെയും ആദർശേട്ടാ? ഒന്നും അറിയത്തില്ലാതെയല്ല അയാൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ആ ശത്രു. കാരണം നമ്മളെ കുടുംബത്തെക്കുറിച്ച് എല്ലാം അറിയാം. ഒരു പക്ഷേങ്കിൽ മുത്തശ്ശന്റെ ശത്രു ആയിരിക്കും ഈ വന്നിരിക്കുന്ന ആള്. നമ്മുടെ കുടുംബമായിട്ട് ഏതോ ഒരു കണക്ഷൻ ഉള്ള ഒരാളാന്ന് പറഞ്ഞു. അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറയാൻ കാരണം? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ ജൂവലറിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയൊക്കെ കാണും. പക്ഷെ ഇതുപോലെ ഒരു വൈരാഗ്യം കാര്യങ്ങളും കാണത്തില്ല. നിന്നെ കൊടുക്കാൻ ശ്രമിച്ചു, എന്നെ കൊടുക്കാൻ ശ്രമിച്ചു, അങ്ങനെ പല പ്രശ്നങ്ങളും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുത്തശ്ശന്റെ ഏതോ ഒരു ശത്രുവാന്ന് എനിക്ക് തോന്നേ. അങ്ങനെ ആവാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അതെ, ബുദ്ധിമുട്ടാവും. ആ മറിഞ്ഞിരിക്കുന്ന ശത്രു അയാൾ പുറത്ത് വരണമെങ്കിൽ നമ്മൾ കുറച്ച് തന്ത്രങ്ങളും കൂടെ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. സാരമില്ല, മാളവിയ ഇപ്പം അബിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അബിക്ക് മാളവിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വല്ലാത്തൊരിതാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നവ്യേച്ചിയോട് എത്ര പറഞ്ഞാലും നവ്യേച്ചിയുടെ തലയിലേക്ക് കയറത്തില്ലോ. ആ അബിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ എത്ര വട്ടം പറഞ്ഞു, എന്നിട്ട് എന്തെങ്കിലും തലയിലേക്ക് കയറിയെന്ന് വെച്ചു. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? അധിക നാളൊന്നും ഇനിയിപ്പോ കള്ളത്തരം പറഞ്ഞ് അബിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. നയനെ, നീ കാത്തിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ വന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആ മറിഞ്ഞിരിക്കുന്ന ശത്രു പുറത്തു വന്നേ മതിയാവുള്ളൂ പറഞ്ഞു. ഈ സമയത്ത് നമിതയെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമിതയുമായിട്ട് ഡിസ്കസ് ചെയ്യും നവ്യ. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അബിയുടെ കാര്യത്തെക്കുറിച്ച് പറയണം. അപ്പോഴേക്കും നമിത പറഞ്ഞു, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയണേ? അവന്റെ അടിമയായിട്ട് കഴിയണോ? ഒരിക്കലും എന്നെ അതിന് കിട്ടത്തില്ല. അവന്റെ വിചാരം ഞാൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ. പക്ഷേങ്കില് ഞാൻ സത്യങ്ങൾ അറിഞ്ഞെന്നൊക്കെ അവൻ അറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും. അത് ഏറ്റവും ഒടുവിലാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇനി കടിച്ചു കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇറങ്ങേണ്ടത് അവനാണ്. അബി, അവനെ ഇറക്കും. ഞാൻ അടിച്ചിറക്കുക തന്നെ ചെയ്യും.
ഒടുവിൽ ഒരിടവും ഇല്ലാതെ അവനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ കാണുന്ന നമിതയെന്ന് പറഞ്ഞു. ഇനി അതിന് വേണ്ടിയിട്ടാ എൻ്റെ പരിശ്രമം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നമിത പറഞ്ഞു, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. പെട്ടെന്ന് നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇല്ല, പെട്ടെന്ന് അങ്ങനെ ഒറ്റയടിക്ക് ഞാൻ അവനെ തീർക്കില്ല. ഇഞ്ചിഞ്ചായിട്ട് അവനെ ഞാൻ തീർക്കത്തുള്ളൂ. അവൻ അവസാനം മാത്രമേ സത്യങ്ങളൊക്കെ അറിയാവുള്ളൂ. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനോട്ടുള്ള പണിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നീട് നവ്യ ഏൻ ജ്വല്ലറിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഡേവിഡ് നവ്യയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഒരു പുതിയ പരസ്യം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതിനകത്ത് മോഡലായിട്ട് നവ്യനെ തന്നെ വേണ്ടെന്നാണ് ഇവിടെ പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിയുമ്പോൾ നവ്യ ചോദിച്ചു, അതെന്താ സാർ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ അഭിനയിച്ച പരസ്യമൊക്കെ മോശമായിട്ട് ഈ രീതിയിലാണെന്ന് ചോദിച്ചു. അതല്ല, അങ്ങനെയല്ല തീരുമാനം. കാരണം പുതിയ മാനേജറൊക്കെയാണല്ലോ വന്നിരിക്കുന്നത്. നവ്യയുടെ ഹസ്ബൻഡൊക്കെ തന്നെയാണ്. എന്നാലും പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഇത്രയും നാൾ നവ്യ ആയിരുന്നല്ലോ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയൊരു മോഡലിനെ വെക്കണമെന്ന് എല്ലാവരും കൂടി ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് മനസ്സിലായി അവൻ തനിക്കിട്ടുള്ള പണി തുടങ്ങിയെന്ന്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, സാറേ അറിയാലോ, ഞാൻ ഈ രംഗത്തേക്ക് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഇതുവരെ അഭിനയിച്ചത്. പിന്നെ സാറിന് ഇനിയിപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ രംഗത്തേക്ക് ഇനി അല്ലെങ്കിൽ ഏൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, ഏയ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല നവ്യെന്ന് പറഞ്ഞു. നവ്യയ്ക്കറിയാം ഇതെല്ലാം അബിയുടെ കളികളാന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് നവ്യ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നവ്യ പിന്നെ ഡേവിഡിനെ കയ്യിലെടുക്കുന്നുണ്ട്. ഡേവിഡിന് തോന്നി ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേങ്കിൽ നാഗേന്ദ്രൻ പറയുന്നതെല്ലാം അനുസരിക്കാനായിട്ട് പറ്റുള്ളൂ. ഒടുവിൽ നവ്യയോട് പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാന്നൊക്കെ പറഞ്ഞ് നവ്യനെ പറഞ്ഞു വിടുവാണ്. ഇതേ സമയത്ത് നന്ദും നവീനും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് നന്ദു നവീനോട് പറഞ്ഞു, ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അല്ല ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തിരക്കാന്ന് പറയും, അതുകൊണ്ടാണ് നന്ദു ഞാൻ അവനെ പിന്നെ വിളിക്കാറുന്നെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞ, പക്ഷെ അവൻ തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, ശരിയാ, അവനിപ്പം മൂർത്തി ജ്വല്ലറിയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടത് അവനല്ലേ, പോരാത്തതിന് മാനേജ് MDയും കൂടെ അല്ലേ, അപ്പൊ പിന്നെ അവന് ഉത്തരവാദിത്തങ്ങൾ കൂടില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ കൂടുതൽ ഫോഴ്സ് ചെയ്തായിരുന്നെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ. എന്തിന്? നവീൻ അറിയാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന, താനും നന്ദും കൂടെ ഒരുമിച്ച് നടക്കുന്ന ഫുഡ് കഴിക്കുന്നത് കണ്ടു കഴിയുമ്പോഴത്തേനും. കാരണം അവന് നന്ദുവിന് ഇഷ്ടമാണല്ലോ, പക്ഷെ നന്ദുവിന് ഇഷ്ടമില്ല. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. നവീൻ പറഞ്ഞു, എപ്പോഴും നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ പറ്റുമോ നന്ദു? പിന്നെ നന്ദു എനിക്കൊരു ട്രീറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്ദുവിന്റെ ചേച്ചിയെ രക്ഷിച്ചേന്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാനും നന്ദുവിനെ വിളിക്കാറില്ലേ ഒരു പാർട്ടിയൊക്കെ, കാരണം പല കാര്യത്തിലും നന്ദുവിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ സ്റ്റേഷനിലേക്ക് വന്നു കഴിയുമ്പം എൻ്റെ പല ആൾക്കാരും ക്ലയൻറ്റിനെയൊക്കെ നന്ദു വിട്ടയക്കാറുണ്ട്. അപ്പം നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ ഇടയ്ക്ക് വിളിക്കണേന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അത് ശരിയാ, അതൊക്കെ എനിക്കറിയാം നവീനേട്ടാന്ന് പറഞ്ഞു. പിന്നീട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിനോട് നവീൻ വാദവരാതെ സംസാരിക്കുന്നുണ്ട്. ഒടുവിൽ കല്യാണ കാര്യത്തിൽ എത്തി നിൽക്കുകയാണ്. നന്ദു നവീനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് നവീനന്റെ കല്യാണം നടക്കണം. വീട്ടുകാരൊക്കെ ആണെങ്കിലും കുറെ ഇങ്ങനെ കാത്തിരിക്കണല്ലേ എന്ന് വെച്ചു. നവീൻ പറഞ്ഞു, അതെ, ഇനി അങ്ങനെ അധികം നാള് അത് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നടത്തണം തന്നെ എന്റെയും തീരുമാനം എന്ന് പറഞ്ഞു. അല്ല നവീനൻ ആ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോന്ന് ചോദിച്ചു. ഇല്ല, പറയാനൊരു അവസരം കിട്ടിയില്ല, ഇനി വേണം പറയാനായിട്ട്, അതിനൊരു സാഹചര്യം ഒത്തു വന്നില്ലായിരുന്നു. ഇനി എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഞാനത് പറയൂന്നൊക്കെ പറഞ്ഞു. പക്ഷേ നന്ദു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല തന്നെ ഇഷ്ടമാന്നുള്ള കാര്യമാണ് നവീൻ പറയാൻ പോകുന്നതെന്നുള്ള. ഈ സമയത്ത് നവ്യ വീട്ടിലേക്ക് വന്ന് അബിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അബി നവ്യോട് പറഞ്ഞു, അല്ല നീയല്ലേ ഇപ്പൊ ഏൺ ജ്വല്ലറിയുടെ മോഡല്, പക്ഷേ എങ്കിൽ ഏൺ ജ്വല്ലറിയുടെ മോഡലിനെ മാറ്റാൻ പോവാന്നൊക്കെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു, അതെനിക്കറിയാം, അത് ഞാൻ അറിഞ്ഞ കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുവാണ്. ഈ സമയത്ത് അബി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ അവിടുത്തെ വലിയ മോഡലൊക്കെ ആയിരുന്നല്ലോ, നീ ആ ഡേവിഡ് സാറിനെ സ്വാധീനിച്ചാണോ ആ രംഗത്തേക്ക് വന്നേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവ്യ ചോദിച്ചു, നീ എന്ത് വർത്താനം അബി പറയണമെന്ന് ചോദിച്ചു. അല്ല നീ മോഡൽ രംഗത്ത് ഫേമസ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ഡേവിഡ് സാറിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? നിനക്ക് അത്ര വലിയ കഴിവൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ നീ വേറെ എന്തോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടാണോ നിനക്ക് മോഡലായിട്ട് വീണ്ടും കിട്ടിയെന്നൊക്കെ ചോദിച്ചു. ഒരുമാതിരി ഒരു വർത്താനം
പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് നവ്യയുടെ സകല നിയന്ത്രണവും വിട്ടു. സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇനിയിപ്പോൾ താൻ ഇവിടുത്തെ മാനേജറായില്ലേ, ഇനിയിപ്പം നവ്യയോട് എന്തും പറയാന്നുള്ള രീതിയിലാണ് അഭി അത് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നവ്യയുടെ കൈ അഭിയുടെ കർണത്ത് പതിച്ചു. നീ എന്താടാ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റയൊരു അടിയായിരുന്നു. അഭി ഞെട്ടിപ്പോയി. ദേ മേല ഇമാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ, നിന്നെ പോലെ ഞാനെന്ന് നീ കരുതിയോ? എൻ ജൂലിയുടെ മാനേജറായിട്ട് കയറിയപ്പോൾ തന്നെ നിനക്ക് ഇത്ര അഹങ്കാരം തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ വായി വന്നെല്ലാം പറയണം. നവ്യക്ക് ദേഷ്യം അടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചന്തുമോളുടെ അച്ഛനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇവൻ തന്നോട് ഇത്രയും കാലം കള്ളത്തരം പറഞ്ഞാണ്. പിന്നെ അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമാണോ? അങ്ങനെ അവൻ്റെ കർണം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.